നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് ഓരോ ദിവസവും പുതിയ ശക്തരായിട്ടുള്ള ആയുധങ്ങളുടെ കടന്നുകയറ്റമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആഗോളതലത്തിലടക്കം ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇന്ത്യൻ ആയുധങ്ങൾക്കും വലിയ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല വമ്പൻ രാജ്യങ്ങളടക്കം ഇന്ത്യൻ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യൂവിലാണ്. പലരും കരാറിൽ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. പല ചർച്ചകളും ഇന്ത്യയുമായി നടത്തുന്നുണ്ട്. ഇപ്പോഴിതാ അതിവേഗ ആളില്ലാ വ്യോമ ലക്ഷ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്ന തദ്ദേശീയ മിസൈൽ അസ്ത്ര വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് അസ്ത്ര പരീക്ഷിച്ചത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ വിഭാഗത്തിൽപ്പെടുന്ന അസ്ത്രയുടെ പരീക്ഷണം ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് വെച്ചാണ് DRDO നടത്തിയത്. ആളില്ലാ വ്യോമ സംവിധാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ അസ്ത്ര നശിപ്പിച്ചുവെന്നും DRDO അറിയിച്ചു. സുഖോയ് 30 Mk-1 സമാനമായ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു അസ്ത്രയുടെ വിക്ഷേപണം. തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്റ്റിക്കർ ഘടിപ്പിച്ചാണ് അസ്ത്രയുടെ നിർമ്മാണമെന്നും 100 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിലുള്ള വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കുന്ന രീതിയിലാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും DRDO അറിയിച്ചു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് അസ്ത്രയുടെ പരീക്ഷണ വിജയം. DRDOയ്ക്ക് പുറമെ ഇന്ത്യൻ വ്യോമസേന എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ്, ടെസ്റ്റ് റേഞ്ച് ടീം എന്നിവരുടെ എല്ലാം സഹായത്തോടെയാണ് അസ്ത്രയുടെ പരീക്ഷണം വിജയകരമാക്കിയത്. ദൗത്യത്തിൽ ഉൾപ്പെട്ട വിവിധ സംഘങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ശത്രു ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യുന്നതിനും ഇടപഴകുന്നതിനും നിർണായകമായ RF സീക്കർ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത് DRDO ആയതിനാൽ തദ്ദേശീയ പ്രതിരോധ ശേഷികൾക്ക് ഈ പരീക്ഷണം ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിച്ചിരിക്കുന്ന റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് അസ്ത്ര സിസ്റ്റത്തിന്റെ വിജയം സ്ഥിരീകരിച്ചത്. 100 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്ര BVRAAM നൂതന മാർഗനിർദ്ദേശ നാവിഗേഷൻ സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. വിവിധ DRDO ലബോറട്ടറികളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെ 50-ലധികം പൊതുജനങ്ങളും വ്യവസായങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമായാണ് ഈ ആയുധ സംവിധാനം. നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചതിന് DRDO, IAF, വ്യവസായ പങ്കാളികൾ എന്നിവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. പരീക്ഷണത്തിൽ ഉൾപ്പെട്ട ടീമുകളെ DRDO ചെയർമാൻ ഡോക്ടർ സമീർ V. കാമത്തും അഭിനന്ദിച്ചു.